Next is a very important thing. So torque acting on a current loop kept in a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പിനെ വെച്ചാൽ അതിന് എത്ര ടോർക്ക് കിട്ടുമെന്നാണ് പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും കാണുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? PQRS എന്നാണ്. ഈ ലൂപ്പിന് 2 എൻഡ് ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പിയാണ്. കമ്പിക്ക് എത്ര എൻഡ് ഉണ്ടാവും? 2 എൻഡ് ഉണ്ടാവും. ഓക്കെ, ഈ കമ്പിയിൽ കൂടെ ഞാൻ കറണ്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ഈ കറണ്ട് ഇതിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു പോകും. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര എൻഡ് കാണും? 2 എൻഡ് കാണും. അപ്പോൾ ഈ എൻഡ്സിനെ ഞാൻ അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ചേർത്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ലൂപ്പാണ്. ഓക്കെ, ഇതിൻ്റെ ഈ സൈഡ് ഞാൻ B ആയിട്ട് എടുക്കുന്നു, ഈ സൈഡിനെ ഞാൻ A ആയിട്ട് എടുക്കുന്നു. ഇനി ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും മനസ്സിലായല്ലോ. സി, ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്നു. അതിൻ്റെ പേര് PQRS എന്നാണ്. യഥാർത്ഥത്തിൽ എത്ര എൻഡ് ഉണ്ട്? അതിന് 2 എൻഡ്. നമ്മളിപ്പോൾ എൻഡിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ ഇനി റെക്റ്റാങ്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് എന്ന് പറയാം. എന്താ പറയുക? റെക്റ്റാങ്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ സൈഡ് AB, ഈ കുഞ്ഞു സൈഡ് എത്ര? A. ഇത്രയും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളിതിൽ കറണ്ട് കയറ്റി വിട്ടു കൊടുത്താൽ കറണ്ട് ഇതിൽ കൂടെ കയറി ഇറങ്ങി തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിനെ ഞാനിവിടെ കാണിക്കാം. നിങ്ങളിവിടെ നോക്കൂ. ഇതാണ് നമ്മുടെ ആ ലൂപ്പ്. ഓക്കെ, നമ്മുടെ ലൂപ്പ് ഇതാണ്. ഇതിനെ വെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയ്ക്കാണ്, നോർത്തിനും സൗത്തിനും ഇടയ്ക്കാണ്. ഇനി ഇവിടെ ഈ ബേസ് ആണ് എൻ്റെ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കറണ്ട് ഇപ്പോൾ കയറി പോവാണ്. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനാണ് ഞാൻ അവിടെ ബോർഡിൽ വരച്ചിരിക്കുന്നത്. ഇതേമാതിരി ഇരിക്കുന്ന പൊസിഷനാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ നേരെ നോക്കൂ. ഈ ലൂപ്പിന് ഞാൻ ഇതുപോലെ 2 കമ്പിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, അപ്പോൾ ഇതേമാതിരി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ ഇങ്ങനെ വയ്ക്കുകയാണ്. നേരെ നോക്കണം, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി ഇവിടെ നിന്നാണ് കറണ്ട് കയറ്റി വിട്ടു കൊടുക്കുന്നത്. ഈ കറണ്ട് ഈ ലൂപ്പിൽ വന്നിട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നേരെ നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങി തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഈ ആമിൻ്റെ പേരാണ് PQ. ഈ ആമിൻ്റെ പേരെന്താണ്? PQ എന്ന് പറയുന്ന ആമാണ്. ഈ PQ എന്ന് പറയുന്ന ആമിൽ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്കാണ് കറണ്ട് വരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ PQ എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കമ്പിയല്ലേ? ഇപ്പോൾ അതിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കമ്പിയാണ് ഈ PQ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്, കറണ്ട് പോകുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. നിങ്ങൾ നോക്കൂ, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വെച്ചു. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഈ ഫിംഗർ വെച്ചു. തമ്പ് കാണിക്കുന്നത് എങ്ങോട്ടാണ്? മേലോട്ടല്ലേ? അപ്പോൾ ഈ ആമിൽ മാഗ്നറ്റിക് ഫീൽഡ് മേലോട്ട് ഫോഴ്സ് കൊടുക്കും. മറക്കരുത്. അപ്പോൾ ഈ ആമിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? മേലോട്ടാണ്. ഒന്നും കൂടെ. സി, ദിസ് ഈസ് യുവർ റെക്റ്റാങ്കുലർ ലൂപ്പ്. ദിസ് ഈസ് ദ ഫസ്റ്റ് എൻഡ്. See, from there current is entering like this, coming like this, so it will leave out. Then see, this arm is PQ. What is the length of it? Its length is B. Then current is like this towards you. Okay, then this is a current carrying conductor. It is kept in a magnetic field, so definitely magnetic field will exert a force on this. So what is the answer of the force? Tell me. So for the arm PQ, for the arm PQ, what is the force acting on the arm? So force given by the magnetic field is equal to, what is the equation? IL cross B is the equation. Am I right? Means force is equal to ILB sin theta is the equation. Am I right? Now see, angle between L and B is theta. See, this is the arm.
It carries current like this. So length vector is towards you. Then magnetic field is to that side. So angle between this and this 90. So theta യുടെ വാല്യൂ എത്ര? 90. So F is equal to എന്ത് വരും? ILB sin 90 എന്ന് വരും. ആണല്ലോ. ഇവിടെ ലെങ്ത് എത്രയാണ്? B അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ആൻസർ IBB sin 90 എത്ര? 1. അപ്പോൾ ഈ ആമിൻ്റെ പുറത്ത് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആമിൻ്റെ പുറത്ത് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? IBB ആണ്. ഈ IBBയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഞാൻ ഏത് റൂൾ ഉപയോഗിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. പറഞ്ഞോളൂ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെയാണ്, കറണ്ട് ഈ ആമിൽ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് വിൽ ബി അപ്വേർഡ്സ്. അപ്പോൾ ഈ ആമിൽ കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആമിൽ കിട്ടുന്ന ഫോഴ്സ് അപ്വേർഡ്സ് ആണ്. അപ്പോൾ ഞാനത് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ അപ്വേർഡ്സ് ആണ്. ഒരു ആരോ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഈ ആമിൽ കിട്ടിയ ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. പേടിക്കരുത്. അപ്പം ഞാനിതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇതാണ്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഈ ആമിൽ കിട്ടിയ ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ആമിൽ ഫോഴ്സ് അപ്വേർഡ്സ് ആണ്. ഇനി അടുത്ത ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആമിനെ പറയുക. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആം ഏതാണ്? RS അല്ലേ? ഇപ്പോൾ PQRS. അപ്പോൾ RS എന്ന് പറയുന്ന ആമിനെ പറയണം. അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ആം ഏതാണ്? ആം RS ആണ് പറയുന്നത്. RS എന്ന് പറയുന്ന ആമിനെ പറയുകയാണ്. PQRS കണ്ടല്ലോ. അപ്പോൾ ഇതാണ് RS. അപ്പോൾ RSൻ്റെ കാര്യം പറയുക. RSൽ കറണ്ട് പോകുന്നത് അങ്ങോട്ടല്ലേ? ബോർഡിൻ്റെ അടുത്തേക്കല്ലേ? ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന കറണ്ട് ക്യാരിയും കമ്പിയല്ലേ ഈ ആം? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ആമിൻ്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കില്ലേ? ഫോഴ്സിൻ്റെ ആൻസർ പറയൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പറയൂ പെട്ടെന്ന്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു IL ക്രോസ് B എന്നാണ് ആൻസർ. ഓക്കെ, ഫോഴ്സിൻ്റെ ആൻസർ ഇതാണ്. ഇനി ഇസ് ഈക്വൽ ടു പറയൂ. F ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ എന്നാണ് അല്ലേ? എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ കറണ്ട് പോയത് അങ്ങോട്ടാണ്. അപ്പോൾ ലെങ്ത് വെക്ടർ ബോർഡിൻ്റെ അടുത്തേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. സോ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? 90. അപ്പോൾ തീറ്റയ്ക്ക് വരെ 90 കൊടുക്കണം. ഇനി ഈ ആമിൻ്റെ ലെങ്ത് എത്രയാ? B അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ആൻസർ പറയുക IL വരം B സൈൻ 90. സൈൻ 90 എത്ര? 1. അപ്പോൾ ആ ആമിൻ്റെ പുറത്തും ഫോഴ്സ് എത്രയാ? IBB ആണ്. അപ്പോൾ ഈ ആമിൻ്റെ പുറത്തും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിൻ്റെ ആൻസർ എത്ര തന്നെയാണ്? IBB തന്നെയാണ്. ഓക്കെ, ഇനി അതെങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ഏത് റൂൾ ഉപയോഗിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നോക്കൂ, ഈ ആമിൽ കറണ്ട് പോയത് ബോർഡിൻ്റെ അടുത്തേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ദാ 4 ഫിംഗർ റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ആം കറണ്ടിൻ്റെ ഡയറക്ഷൻ, കറണ്ട് അങ്ങോട്ടല്ലേ? ബോർഡിൻ്റെ അടുത്തേക്കല്ലേ? അങ്ങോട്ട്. അപ്പോൾ ഫോഴ്സ് വിൽ ബി ഡൗൺവേർഡ്സ്. ഒന്നും കൂടെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇനി കറണ്ട് ബോർഡിൻ്റെ അടുത്തേക്കാണ്. ഇനി അപ്പോൾ ഫോഴ്സ് ഡൗൺവേർഡ്സ് എന്നല്ലേ കാണിക്കുന്നത്? അപ്പോൾ ഈ ആമിൽ കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഈ ആമിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും. എങ്ങോട്ടാ? ഡൗൺവേർഡ്സ്. അപ്പോൾ ഞാൻ അതും കാണിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ആരോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. അത് താഴോട്ടാണ്. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. നോക്കൂ, ഓക്കെ. അപ്പം നിങ്ങൾ നോക്കൂ, ഇതാണ്ടേ ഇവിടെ നേരെ നോക്കണം. ഈ ആമിൽ ഫോഴ്സ് കിട്ടിയത് മേലോട്ടാണ്, ഈ ആമിൽ ഫോഴ്സ് കിട്ടിയത് താഴോട്ടാണ്. അപ്പം 2 ആമിൽ ഉള്ള ഫോഴ്സ് അറിയാം. PQ എന്ന് പറയുന്ന ആമിൽ ഫോഴ്സ് മേലോട്ടാണ്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് IBB ആണ്. ഈ ആമിൽ കിട്ടിയ ഫോഴ്സും IBB ആണ്. അതെങ്ങോട്ടാണ്? താഴോട്ടാണ്. ഇനി ഇവിടെ ഒരു ആമുണ്ട് PQR. അപ്പോൾ ഈ ആമിൻ്റെ പേരെന്താണ്? QR. അപ്പോൾ QR എന്ന് പറയുന്ന ആമിനെ നോക്കുക. അപ്പം അടുത്ത ആമിൻ്റെ പേര് പറ. QR. ആം QR.
QR എന്ന് പറയുന്ന ആമിൽ കിട്ടുന്ന ഫോഴ്സ് നോക്കൂ, കണ്ടുപിടിക്കണം അല്ലേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറയൂ, ഈ ആമിൽ കറണ്ട് പോകുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, അങ്ങോട്ടാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ രണ്ടും വരച്ച് കാണിക്കാം. ആ ആമിൽ കറണ്ട് പോയത് ഇങ്ങനെയാണ്. അപ്പോൾ ലെങ്ത് വെക്റ്റർ ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ഈ ആംഗിളാണ് തീറ്റ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, ഈ ആമിൻ്റെ പേരാണ് QR. അപ്പോൾ ഇത് Q, അത് R. അപ്പോൾ ഇതിൽ കറണ്ട് പോയത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ലെങ്ത് വെക്റ്റർ അങ്ങോട്ടാണ്. ഇനി അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, നോർത്ത് സൗത്തിലേക്ക്. സോ എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ആമിൻ്റെ പുറത്തുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. പറഞ്ഞോ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു IL ക്രോസ് B എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു IL ക്രോസ് B എന്നാണ് ഇക്വേഷൻ അല്ലേ? ഇതിനകത്ത് F ഈസ് ഈക്വൽ ടു പറയും. F ഈസ് ഈക്വൽ ടു ഇവിടെ ഈ ആമിൻ്റെ ലെങ്ത് എന്താണ്? ഈ ആമിൻ്റെ ലെങ്ത് എന്താണ്? പടത്തിൽ നോക്കി പറഞ്ഞാൽ മതി. A അല്ലേ? അപ്പോൾ ഈ സൈഡ് A ആണ്. അപ്പോൾ എല്ലിന് പകരം A എന്നാണ്. അപ്പോൾ A ക്രോസ് B എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ്. പുതിയ സംഭവമൊന്നുമല്ല, നമ്മൾ കണ്ടുപിടിക്കുന്നത് കുറേ നാളുകൊണ്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ്. ഫോഴ്സ് ഏതിൻ്റെ ഡയറക്ഷനിലാണ്? A ക്രോസ് ബിയുടെ. അപ്പോൾ ഇതാണ് A, ഇതാണ് A വെക്ടർ A, ഇതാണ് B. അപ്പോൾ A ക്രോസ് B എങ്ങോട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. A ക്രോസ് B എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തന്നെ പറയും, ഇവിടെ സ്ക്രൂ വയ്ക്കുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ വയ്ക്കുക. ഇവിടെ വെച്ചിട്ട് A നിന്ന് ബിയിലോട്ട് കറക്കണം. A നിന്ന് ബിയിലോട്ട് കറക്കിയാൽ ടിപ്പ് ഊരി വരും അല്ലേ? ആണി ഊരി വരും. അപ്പോൾ ടിപ്പ് ഇങ്ങോട്ടാണ്. അതായത് നോക്കൂ, ഈ ആമിൽ കിട്ടുന്ന ഫോഴ്സ് നിങ്ങളുടെ അടുത്തേക്കാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ ആമിൽ കറണ്ട് പോയത് അങ്ങോട്ടാണ്. അപ്പോൾ ലെങ്ത് വെക്റ്റർ അങ്ങോട്ടാണ്. ആ ലെങ്ത് വെക്റ്ററിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? A ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ A ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് എന്തിൻ്റെ ഡയറക്ഷൻ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് റൂൾ ഉപയോഗിച്ചു? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ കറക്കി നോക്കിയപ്പോൾ A നിന്ന് ബിയിലേക്ക് സ്ക്രൂ കറക്കിയപ്പം സ്ക്രൂ ഊരി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് ഊരി വരികയായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഫോഴ്സ്. അപ്പോൾ ഈ ആമിൽ കിട്ടുന്ന ഫോഴ്സ് നിങ്ങളുടെ അടുത്തേക്കാണ്. അതായത് ഈ നമ്മുടെ ഈ ആക്സിസ് വഴി നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ ഈ ആക്സിസ് വഴി നിങ്ങളുടെ അടുത്തേക്കാണ്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആമിൻ്റെ പേര് പറയൂ. പേര് ഒന്നും കൂടെ പറയാം. PQRS എന്നാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ആമിൻ്റെ പേര് പറയൂ. SP എന്നാണ്. ആമിൻ്റെ പേരെന്താണ്? SP. അപ്പോൾ SP എന്ന് പറയുന്ന ആമിൻ്റെ കാര്യം പറയാം. അപ്പോൾ SP എന്ന് പറയുന്ന ആമിലെ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണം. ഫോഴ്സ് ആണ് ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. IL ക്രോസ് B ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ആ ആമിൻ്റെ കാര്യം പറയണം. നോക്കൂ, ആ ആമിൽ കറണ്ട് പോകുന്നത് എങ്ങനെ നോക്കൂ. ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. അപ്പോൾ ഈ ആമിൽ കറണ്ട് പോയത് ഇങ്ങോട്ടാണ്. അപ്പം ഞാൻ വരയ്ക്കട്ടെ. അപ്പോൾ ഈ ആമിൽ കറണ്ട് പോയത് ഇങ്ങനെയാണ്. അപ്പോൾ ലെങ്ത് വെക്റ്റർ ഇതാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഒന്നും കൂടെ, ഈ ആമിൽ കറണ്ട് പോയത് ഇങ്ങനെയാണ്. അപ്പോൾ ലെങ്ത് വെക്റ്റർ അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് പക്ഷേ അങ്ങോട്ടാണ്, ഇവിടെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ സ്മോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു. സോ അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, മേലെ കൂടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കും? ആ ചെറിയ ആംഗിൾ എടുക്കുക. അപ്പോൾ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. ഇനി ഇവിടുത്തെ ലെങ്ത് വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ആമിൻ്റെ ലെങ്ത് എന്താണ്? A അല്ലേ? അപ്പോൾ ഇവിടെ L എന്നുള്ളതിന് പകരം എന്തെന്ന് എഴുതാം? A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എന്താണ്? A ആണ്. ഇനി നിങ്ങൾ പറയും, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ A ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ A ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ A ക്രോസ് ബി എങ്ങോട്ടാണ് നോക്കിയാൽ മതി. സ്ക്രൂ വയ്ക്കൂ. വെച്ചിട്ട് A നിന്ന് ബിയിലേക്ക് കറക്കിയാൽ അതിൻ്റെ ടിപ്പ് അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ ബോർഡ് പെനട്രേറ്റ് ചെയ്ത് അകത്തോട്ട് കയറിപ്പോവും, തുളച്ച് കയറിപ്പോവും. ശരിയല്ലേ? അപ്പോൾ ഈ ആമിൽ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇൻറ്റു ഇറ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ആമിൻ്റെ പേരെന്താണ്? SP എന്ന് പറയുന്ന ആമിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബോർഡിൻ്റെ അടുത്തേക്കാണ്. ആണല്ലോ? ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്
നമ്മുടെ ഈ ആക്സിസിൽ ഏതാണ്ട് ഈ ആക്സിസ് വഴി അങ്ങോട്ടാണ്, ബോഡിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയൂ, ഈ ആമിൽ കിട്ടിയ ഫോഴ്സ് ഈ ആക്സിസ് വഴി നിങ്ങളുടെ അടുത്തേക്കും, ഇനി ഈ ആമിൽ കിട്ടിയ ഫോഴ്സ് ഈ ആക്സിസ് വഴി അങ്ങോട്ടേക്കുമാണ്. ഈ ഫോഴ്സും IA ക്രോസ് B ആണ്, ഈ ഫോഴ്സും IA ക്രോസ് B ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും IAB സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇത് ഈ ഫോഴ്സും ആ ഫോഴ്സും ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഈക്വൽ ഫോഴ്സുകൾ ഈ ആക്സിസ് വഴി ആക്ട് ചെയ്യുന്നു, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ആവൂലേ? അപ്പോൾ ആക്സിസ് വഴിയുള്ള ഫോഴ്സുകൾ ക്യാൻസലായി. ഇനി ഈ ആമിലെ ഫോഴ്സ് എത്രയാ? IBB എങ്ങോട്ടാ? മേലിലോട്ട്. ആ ആമിലെ ഫോഴ്സ് എത്രയാ? അതും IBB ആണ്. അതെങ്ങോട്ടാ? താഴോട്ടാണ്. ഇനി നന്നായിട്ട് ഇവിടെ നോക്കിയിരിക്കണം. നിങ്ങളിവിടെ ഇതിൻ്റെ വ്യൂ നന്നായിട്ട് നോക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫോഴ്സ് താഴോട്ട്, ഇവിടെ ഒരു ഫോഴ്സ് മേലോട്ട്. ഇത് രണ്ടിൻ്റെയും വാല്യൂ എത്രയാണ്? IBB ആണ്. അപ്പോൾ ഇതൊരു IBB ആണ്, ഇനി ഇതും ഒരു IBB ആണ്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡ് എത്രയാ? A ആണ്. ഈ സൈഡ് എത്രയാ? A ആണ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച ഞാൻ ബോർഡിൽ വരയ്ക്കാൻ പോവാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താണ്? A. ഇനി ഇവിടെ എയുടെ അവിടെ കൂടെ നിങ്ങൾക്ക് ഈ വെക്ടറിനെ മേലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ എയുടെ എഡ്ജിൽ നമുക്ക് ഈ വെക്ടറിനെ കൺസിഡർ ചെയ്യാം. ഈ വെക്ടറിനെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഈ എയുടെ ഈ എഡ്ജിൽ മേലോട്ടൊരു വെക്ടർ, അടുത്ത് എയുടെ മറ്റേ എഡ്ജിൽ ഈ വെക്ടറിനെ താഴോട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്? അങ്ങനെയല്ലേ? അപ്പോൾ ഈ എഡ്ജ് കാണുന്നുണ്ട്, മേലോട്ടൊരുത്തനെ കാണുന്നുണ്ട്, താഴോട്ടൊരുത്തനെ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ട കാഴ്ച ഞാൻ അതേപടി ഇവിടെ വരയ്ക്കുക. അപ്പം നിങ്ങൾ കണ്ട കാഴ്ച ഞാൻ അതേപടി വരയ്ക്കുകയാണ്. നോക്കൂ, ഇതാണ് നിങ്ങൾ കണ്ട കാഴ്ച. ഓക്കെ, ഇതുപോലെ A കണ്ടു, ഇത് A. അടുത്ത് മേലോട്ടൊരുത്തനെ കണ്ടു, ഇതാരാ? IBB ആണ്. താഴോട്ടൊരുത്തനെയും കണ്ടു, IBB ആണ്. ഓക്കെ, ഇങ്ങനെയല്ലേ നിങ്ങൾ കണ്ടത്? ഓക്കെ, ഒന്നും കൂടെ അങ്ങനെ ആ കാഴ്ച ഒന്നും കൂടെ നോക്കൂ. ഇതാ എന്താണ്? ഫുൾ മാജിക് ആണ്. നോക്കൂ, നേരെ നോക്കിയിരിക്കൂ, പറയും എന്താണ്? ഇത് A, ഇത് IBB, അതും IBB. അപ്പം കണ്ട കാഴ്ച ഇങ്ങനെയല്ലേ? ഇതുപോലെ തന്നെയല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ, ഇവിടെ രണ്ട് ഈക്വൽ ഫോഴ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഈക്വൽ ഫോഴ്സുകൾ? IBBകളല്ലേ? ഈ IBB ആക്ട് ചെയ്യുന്നത് ഈ ലൈൻ വഴിയാണ്. ഓക്കെ, അടുത്ത IBB ആക്ട് ചെയ്യുന്നത് ഈ ലൈൻ വഴിയാണ്. ഈ രണ്ട് ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ദൂരമാണ് ഇത്. ഈ രണ്ട് ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ദൂരമല്ലേ ഇത്? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതേമാതിരി രണ്ട് ഫോഴ്സുകൾ ഇതിൽ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നോക്കൂ, ഇതേമാതിരി രണ്ട് ഫോഴ്സുകൾ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ പറ. ഇതേമാതിരി ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആമിൽ മേലോട്ട് ഒരു തട്ട് കിട്ടി, ഈ ആമിൽ താഴോട്ടൊരു തട്ടി. ഇനി ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അത് രണ്ടും ക്യാൻസലും ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് മേലോട്ട് തള്ളും, ഈ ഫോഴ്സ് താഴോട്ട് തള്ളിയാൽ ഈ സാധനം എന്ത് ചെയ്യും? കറങ്ങൂലേ? അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ ഈ ലൂപ്പ് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും? കറങ്ങും. കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായത് എന്താണ്? ടോർക്ക് അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായ ടോർക്ക് എങ്ങനെ കാണും? ടോർക്ക് കാണാൻ എന്താ വഴി? ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ ലൈൻ ഓഫ് ആക്ഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചത്? ടോർക്ക് കാണാൻ എന്താ വഴി? വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഫോഴ്സ് പറയൂ, IBB എന്നാണ്, ഇൻറ്റു ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കണം അല്ലേ? ഇത് കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു നോർമൽ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇതൊരു നോർമലാണ്. ഓക്കെ, ഞാൻ പറയാം. നമ്മുടെ ലൂപ്പിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇതാണ് നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പിന് ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പം ലൂപ്പിൻ്റെ പ്ലെയിൻ, ഒരു കോയിലിൻ്റെ പ്ലെയിനാണ് ഈ കാണിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ. ഈ പ്ലെയിനിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന് നമ്മൾ ഏരിയ വെക്ടർ എന്ന് പറയും. എന്താ പറയുക? ഏരിയ വെക്ടർ. അപ്പം നിങ്ങളിവിടെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് AB ആണ്. ഓക്കെ, ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആണ്. അപ്പോൾ ഇത് AB ആണ് ഏരിയ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി ഞാൻ അവിടെ വരച്ചിരിക്കുന്നതിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കൂ. നിങ്ങൾ നേരെ നോക്കൂ. ഇങ്ങനെയല്ലേ നമ്മുടെ സിറ്റുവേഷൻ? ഇതുപോലെയാണ് സിറ്റുവേഷൻ.
ഏരിയ വെക്ടർ, ഈ കോയിലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും സ്ഥലത്തെ ഏരിയ അല്ലേ, അപ്പോൾ ഏരിയ വെക്ടർ വരയ്ക്കുമ്പം ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെയല്ലേ വരയ്ക്കുക, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ഇങ്ങനെയല്ലേ വരയ്ക്കുക. അപ്പോൾ ഇതിനെ ഇങ്ങനെ സൈഡിൽ നോക്കി ഇങ്ങനെ കാണാം, അതാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വരച്ചു വെച്ചിരിക്കുന്നത് ഏരിയ വെക്ടറാണ്. ഈ വരച്ചിരിക്കുന്നത് എന്ത് വെക്ടറാണ്? ഏരിയ വെക്ടർ. ഓക്കെ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങോട്ടല്ലേ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, ശ്രദ്ധിച്ചിരിക്കൂ. അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഏരിയ വെക്ടർ കോയിലിൻ്റെ ഏരിയ വെക്ടറിനും, കോയിലിൻ്റെ കേസിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന വെക്ടറാണ്, പ്ലെയിനിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് അവിടെ ഏരിയ വെക്ടർ. ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ആംഗിളിനെ ഞാൻ എന്തെടുക്കുന്നു? തീറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളിതാ ഇതിനെ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് മുട്ടിക്കുക. മുട്ടിച്ചേ, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ സൈഡ് എ ആണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇനി നിങ്ങൾ പറയണം, ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊരു ട്രാൻസ്വേഴ്സലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടുത്തെ ഈ ആംഗിൾ എത്ര വരും? ഇത് രണ്ടും തീറ്റ വരും അല്ലേ, ഇത് തീറ്റ വരും, ഇത് തീറ്റ വരും. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ, പാരലൽ ലൈൻസ്, ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ ആംഗിൾ 90 അല്ലേ, കാരണം ഈ വരച്ചിരിക്കുന്ന സാധനം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 90, ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ വരില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ ഇത് 90, ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ വരില്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയാ? തീറ്റയാണ്. അപ്പം നിങ്ങൾ ഈ ട്രയാങ്കിളിനെ സൂക്ഷിച്ച് നോക്കി, ഇതിലെ ട്രയാങ്കിളിലെ ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ സൈൻ തീറ്റ എന്ന് കണ്ടുപിടിക്കൂ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ആൻസർ എനിക്ക് എന്താ കിട്ടിയത്? എ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇനി പറയണം, ടോർക്ക് കാണാൻ വൺ ഓഫ് ദ ഫോഴ്സസ് എഴുതി, ഏതെങ്കിലും ഒരു ഫോഴ്സ് എഴുതി, ഇൻറ്റു ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഇപ്പം കണ്ടുപിടിച്ചേ, അത് എ സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു പറയൂ, ഐ എഴുതി, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോയിലിൻ്റെ നോക്ക്, ഈ ലൂപ്പിൻ്റെ ഈ സൈഡ് ബി, ഈ സൈഡ് എ. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ. അപ്പം എ ഇൻറ്റു ബിക്ക് വരെ എ ക്യാപിറ്റൽ എ എന്ന് എഴുതി, എ ഇൻറ്റു ബിക്ക് പകരം എ. ഇനി ബി അടുത്ത സൈൻ തീറ്റ, കുഴപ്പമുണ്ടോ? ഇതിനെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി എ ബി ഐ സൈൻ തീറ്റ എന്നെഴുതി. ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പിന് കിട്ടിയ ടോർക്ക്. ഈ ടോർക്ക് കാരണമാണ് നേരത്തെ നിങ്ങളുടെ ലൂപ്പ് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്ത് കറങ്ങിയത്. ഞാൻ ഇതിനെ കറക്കി കാണിച്ചില്ലേ? അപ്പോൾ ഇത് കറങ്ങിയതിന് കാരണക്കാരനായ ടോർക്കിന്റെ ആൻസർ ആണ് എ ബി ഐ സൈൻ തീറ്റ, എ ബി സൈൻ തീറ്റ. അങ്ങനെ ഓർക്കുക, എ ബിയെ മറക്കരുത്. അപ്പോൾ ടോർക്കിന്റെ ആൻസർ എന്താണ്? എ ബി സൈൻ തീറ്റ. നിങ്ങളുടെ ഇവിടെ ലൂപ്പിന് എത്ര ടേൺസ് ഉണ്ട്? ഒരു ടേൺ അല്ലേ ഉള്ളൂ, ഒറ്റ ചുറ്റല്ലേ ഉള്ളൂ. n ടേൺസ് ഉണ്ടെങ്കിൽ, ഒരു കോയിലാകുമ്പം കുറേ ടേൺസ് കാണും. n ടേൺസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ടോർക്കിന്റെ ആൻസർ കാണാൻ പറഞ്ഞാൽ എ ബി ഐ സൈൻ തീറ്റയെ n കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ടോർക്കിന്റെ പുതിയൊരു ആൻസറും കൂടെ കിട്ടി. ടോർക്ക് ഈസ് ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ. അപ്പോൾ എബിയെ മറക്കരുത്, എബിനെ മറക്കരുത്. അപ്പോൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു എബി സൈൻ തീറ്റ, ടോർക്ക് ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ. മറക്കരുത്. അപ്പം മറക്കരുത്, ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിങ് എഫക്റ്റ്. അപ്പം എബി ആരെയോ കൊണ്ട് ടേൺ ചെയ്യാനായിട്ട് പോയി കേട്ടോ, എന്നിട്ട് തീറ്റയും കഴിച്ചിട്ട് വന്നു. ഓക്കെ, അപ്പം മറക്കരുത്. അപ്പം എബിനും ആരെയൊക്കെ കൊണ്ട് കറങ്ങാൻ പോയി. ഓക്കെ, അപ്പം ടേൺ ചെയ്യിക്കാനായിട്ട് പോയി. അപ്പം ടേണിങ് എഫക്റ്റ് ആണ് ടോർക്ക്. അപ്പം ടോർക്കിന്റെ ആൻസർ പറ, ആരൊക്കെ പോയത്? എബിയും പോയി, എബിനും പോയി. അപ്പം ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എബി പിന്നെ എബിൻ. ഇനി എന്താണ് അവർ പോയി കഴിച്ചത്? തീറ്റ. അപ്പോൾ എബി സൈൻ തീറ്റ, എബിൻ സൈൻ തീറ്റ. അപ്പോൾ ഈ സാധനം ഇവിടെ വച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഇതേമാതിരി ഒരു റെക്ടാങ്കുലർ കമ്പി വെച്ചിട്ട് ആ കമ്പി കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ ഈ കമ്പി ഇവിടെ കിടന്ന് കറങ്ങും. ഈ കമ്പിക്ക് n ടേൺസ് ഉണ്ടെങ്കിലും അത് കറങ്ങും. ഇങ്ങനെയുള്ളൊരു ഡിവൈസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതല്ലേ നമ്മുടെ മോട്ടോർ. മോട്ടോർ എന്ന് പറയുന്നത് ഒരു നോർത്തും സൗത്തും കാണും. അതിൻ്റെ അകത്ത് ഒരു കോയിൽ കാണും. ആ കോയിലിൽ കൂടെ കറണ്ട് കയറ്റി വിടുമ്പോൾ ആ സാധനം കറങ്ങുന്നു. മോട്ടറല്ലേ?
അപ്പം മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മോട്ടർ എങ്ങനെ കറങ്ങുന്നു. പണ്ട് തൊട്ടേ നമ്മൾ മോട്ടർ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഹരമായിരുന്നു. മോട്ടർ കാറൊക്കെ വാങ്ങിച്ച് വീട്ടുകാർ വാങ്ങിച്ച് തരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കുത്തിപ്പിരുത്തിട്ട് മോട്ടറൊക്കെ എടുത്ത് നമ്മൾ സെല്ലിലൊക്കെ കൊടുത്ത് കറക്കുമായിരുന്നു അല്ലേ? സയൻറ്റിസ്റ്റായി എന്നായിരുന്നു നമ്മുടെ വിചാരം. പക്ഷെ അതിനകത്ത് ഇത്രയും കുരിശ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇന്നാണ് മനസ്സിലായത് അല്ലേ? അപ്പോൾ മറക്കരുത്, അത് ബാറ്ററി കൊടുത്ത് കറങ്ങും പോലെ അത്രയും സിമ്പിളല്ല അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ കറങ്ങാൻ കാരണമായ ടോർക്കിൻ്റെ ആൻസർ പറയൂ. ടോർക്ക് ഈസ് ഈക്വൽ ടു പറയൂ എബി സൈൻ തീറ്റ, അല്ലെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ടോർക്ക് കാണാൻ ഇക്വേഷൻ പറഞ്ഞേ എബി സൈൻ തീറ്റയുണ്ട്, എബിൻ സൈൻ തീറ്റയുണ്ട്. ഓക്കെ, എബി സൈൻ തീറ്റയുണ്ട്, എബിൻ സൈൻ തീറ്റയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഒപ്പിച്ചില്ലേ നമ്മൾ? ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിപ്പോൾ ഒപ്പിച്ചത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത് മൊത്തത്തിൽ ഞാൻ ഇത് വീണ്ടും കാണിച്ചു തരും. അപ്പോൾ അതിനു മുമ്പ് ഇത് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ പറയാം. ഓക്കെ, so once again from the beginning, it's a very nice question. A question: obtain torque on a current loop kept in a magnetic field. So consider a rectangular current carrying loop kept in a magnetic field. Okay, the sides of the loop are A and B. Current in the loop is I. No problem. Then how many ends are there for the loop? 2 ends. So current is entering like this, it will come out like this. See, I am neglecting the ends. Okay, ends neglected. So now it becomes a rectangular loop. No problem. Then see, shall I consider an axis here? So this is a axis. See, this is a axis. Okay, so this is axis considered. Now listen, say what is the first sentence? Consider a rectangular loop carrying current placed in a magnetic field. The sides of the loop are A and B respectively. The current in the loop is I. Okay, now see, you consider the arm PQ. You consider the arm PQ. So for the arm PQ, see, arm PQ is carrying a current I. It is kept in a magnetic field. So definitely it will experience a force. So force on the arm is obtained as, tell me, I L cross B. No problem. Okay, this is a equation to calculate force on the arm PQ. Then force is equal to, tell me, force is equal to I L cross B means LB sin theta. Okay, then see, this is L. L is here B. So here L is B. So force is equal to, tell me, force is equal to I, instead of L you write B. B, what is theta here? Theta is angle between length vector and magnetic field. Length vector, current is like this. So length vector in the same direction, magnetic field in that direction. Angle between these two 90. So ILB sin 90. Then so force on the arm is equal to what? Force on the arm is equal to IBB. So what is the force on this arm PQ? IBB. No problem. Now we want to calculate the direction of this force. To calculate the direction of the force, we use Fleming's left hand rule. So before that, let me show you the loop. So this is a loop. Okay, this is a loop. Then this side is A, sorry, this side is B, the shortest side is A, so this is A, this is B, then this is a, see, at this end you can find a wire, here also, then this is a axis, with respect to this, it can be turned, no problem, then see, this side B, this side A, then see how many ends are there? 2 ends, the ends are here, then see, this is P, this is Q, that is R, and this is S. So P, Q, R, S. Okay. So this is arm PQ. It carries a current towards you. It carries a current towards you. Then this is a current carrying wire. It carries a current towards you. Then it is kept inside a magnetic field towards that side. So what will be the direction of force acting on this side? So use your rule. So Fleming's left hand rule. Forefinger represents magnetic field.
this is the direction of current. So force will be upwards. So the magnetic field will exert a force on this arm upwards. Okay, this is a force. Then you consider the opposite arm. What is its name? PQRS. So RS is the opposite arm. Now you consider the arm RS. What is the arm RS is carrying a current in this direction. Am I right? It is kept in a magnetic field. So magnetic field will exert a force on it. So what is the force acting on this arm? Force is equal to, tell me what is the equation? IL cross B is the equation. Okay. Then force is equal to IL cross B means ILB sin theta. No problem. Then force is equal to, tell me, force is equal to II. What is the length of this arm? It is also B. Magnetic field B. What is theta? Theta is angle between L and B. See, the current is like this. So length vector is like that. See, magnetic field is like this. Angle between these two, 90. So IBB sin 90. So force on that arm is also IBB. So force on the arm RS is also IBB. Okay. Now I want to find the direction of this force. Listen here. This is the direction of current in this. Okay. Then the magnetic field is like this. So what will be the direction of force acting on this arm? Tell me. See, Fleming's left hand rule. Forefinger represents magnetic field. Current is towards the board. Towards the whiteboard. Say towards the board. Okay. So magnetic field, current, then force will be downwards. So force acting on this arm will be downwards. No problem. So this force downwards. Okay. This force upwards. Any problem? Say force acting on this arm is upwards. Force acting on that arm is downwards. Then what about this arm? What is its name? PQR. QR is a name. So what about the arm QR? So about the arm QR, what is the equation to calculate force? Force is equal to IL cross B. No problem. We have only one equation. Then what is say force? Force is equal to II. What is L? Here L is A. So A. Then cross B. Any problem? Then this force is in the same direction of A cross B. So what will be the direction of A cross B? This arm carries current in this direction. So the direction of length vector is like this. Magnetic field is in that direction. Tell me. So this is what? A length vector. This is magnetic field. So angle between these two is this. Okay. Then what will be the direction of A cross B? So I should use a right hand screw rule. Keep your tip here, tip of the screw here. Rotate from A to B. Rotate from A to B. So tip will be moving towards you. So the force will be towards you. So that is along this axis towards you. Okay. So this force I, A cross B will be acting along the axis towards you. Okay. Then about the opposite arm. What is its name? This is PQRS. So SP. So what is the next arm? SP is the next arm. SP. Okay. Then tell me. In this arm the current is like this. In this arm the current will be like this. Okay. So what is a force? It is a current carrying conductor. It is kept in magnetic field. So magnetic field will exert a force. So what is the equation to calculate force? Force is equal to, tell me, IL cross B is the equation. Okay. Then force is equal to, tell me, II, what is L here? It is A. So A cross B. Okay. Am I right? Then what about the directions? See, this is the direction of current. So length vector A will be like this. So length vector is like this. Okay. Then magnetic field is in that direction. Okay. The smallest angle between these two is angle between these two vectors. Okay. How can you calculate the direction of A cross B? So rotate from A to B. Rotate from A to B. See, the tip will be penetrating the board. See, into the plane of board. See, the force acting on this arm will be towards the board
along the axis of rotation. Am I right? The force acting on this arm, it is I across B towards you. The force acting on the opposite arm, same in the opposite direction. So these two cancel each other as they are acting along the same axis in the opposite direction. So these two forces cancel each other, but these two never cancel. These two never cancel. See, suppose this, see, I am holding like this. Due to the effect of this, it will come like this. Due to the effect of this, it will come like this. So it will rotate. So the loop will rotate. Am I right? So what is created? Turning effect is created or torque is created. See, I shall draw the appearance as such. See, this is A, upward force, downward force. So I shall draw the same picture here. So listen properly. This is A. Then here upward force you can find. This is a downward force. So upward and downward forces are IBB. Am I right? IBB. Then see, this force acts along this line. Okay. The next force acts along this line. The perpendicular distance between these two is this one. Okay. So this is a perpendicular distance between these two forces. Okay. Then see, shall I give names? P, Q, R. Now see, this is your loop. Then this is the area of the loop. Area is considered as a vector. So you draw a vector, you draw a normal to the area. So it will be area vector. Say this is your coil, this is your loop. Then area vector will be like this. So you draw a perpendicular to that. So this is a perpendicular. You see, its direction is like this. Okay. So I shall draw that area vector. So area vector will be like this. So this is area vector. Okay. Area vector is perpendicular to the area of the coil. Okay. Now extend it. Okay. To touch here. So no problem. Then see, what about the magnetic field? Magnetic field is in this direction. So magnetic field is like this. Magnetic field. Okay. Angle between area vector and magnetic field is considered as theta. No problem. Then see, you can find two parallel lines. Transversal, this is theta, so this will be theta. This is 90, so this will be 90 minus theta. This is a right triangle, this is 90, this is 90 minus theta. So surely this will be what? This will be theta. Okay. Then how can you calculate the torque? Torque is equal to, tell me, torque is equal to any one force into a perpendicular distance between their line of action. Am I right? See, torque is any one force. You have two forces IBB. So you take any one IBB into what is the perpendicular distance here? It is QR. Am I right? Then see, from that triangle PQR, you take what is sine theta. Sine theta is equal to opposite side QR divided by hypotenuse. This side is A. So what will be QR? QR will be A sine theta. Shall I substitute here? So tau equal to IBB into what is QR? It is A sine theta. Then tau equal to A into B. A, this is A, this is B. A into B is area of this. See, I, then A into B is A, then B sine theta. Or tau equal to AB sine theta. Okay. If in this case we have only one turn, if there are n turns, so torque will be AB sine theta multiplied by n. So we have two equations for torque. First equation is tau equal to AB sine theta. Second equation is tau equal to AB sine theta. Is it clear? So tau equal to ABI sine theta, tau equal to ABIN sine theta. So due to the torque, the loop turns. So when a current carrying loop is kept in a magnetic field, it turns. What is a responsible torque? Tau equal to ABI sine theta. If there are n turns, torque will be ABIN sine theta. Is it clear to you? Shall we start from the beginning once again? So
What is our question? Obtain the torque acting on a current loop kept in a magnetic field. It is a question. So consider a rectangular current carrying loop carrying a current I kept in a magnetic field. The sides of the loop are A and B respectively. The current is I. Okay. Then see, name it PQRS. Then you write that each arm carrying current will be kept in a magnetic field. So magnetic field will exert force on each arm. Then you write the first arm. For the arm PQ, force exerted by the magnetic field is obtained as IL cross B. No problem. Then is equal to ILB sin theta. Then here what is L? L is B. So IBB sin theta. What is theta? Theta is angle between what? B, length L and B. Length vector is like this. Magnetic field is like that. So angle between these two 90. So force is equal to IBB. Okay. Then what is the direction of the force? This force will be upwards by using which rule? Fleming's left hand rule. Then for the opposite arm RS, say the current is I, it is kept in magnetic field. So force acting on the arm is equal to IL cross B. So is equal to ILB sin theta. Here what is L? It is B. So IBB. What is theta here? Theta is angle between L and B. Here current is like this. So length vector like this. So magnetic field like that. So angle between these two 90. So force is equal to IBB. It is downwards by using Fleming's left hand rule. Then about the arm QR. So about the arm QR, what is the case? Say force is equal to IL cross B. So force is equal to I. What is the length here? It is A. So IA cross B. See, this is your loop. So tell me, see, this is your loop. Current is like this. So length vector is like this. Okay. So length vector like this. So its name is A vector A. Then magnetic field like that. See, angle between these two is theta. So what will be the direction of A cross B? A cross B gives the direction of force. See, its direction is found by using right hand screw rule. So it is along the axis. Okay, it is along the axis. Then what is the next? About the arm SP, force acting on that arm is equal to IL cross B. So here L is A. So IA cross B. So listen here, this arm carries current like this. So length vector is like this. Here it is A. So A is like this. Okay. Magnetic field like that. So angle between these two is theta. So how will you find the direction of A cross B? Rotate using screw rule, right hand screw rule. So it will be along the axis in the opposite direction. So force acting on the arms QR and SP are equal. They act along the axis in the opposite direction. So they cancel. But the forces on the arm PQ and a force on arm RS constitute a couple. Am I right? Moment of couple is called torque. Due to the torque, the loop turns. Am I right? So torque is equal to torque is equal to one of the forces into perpendicular distance. Say one force IBB into what is the perpendicular distance between these two? QR. Am I right? Then from that triangle, what is sin theta? Sin theta is equal to QR divided by A. So what is QR? A sin theta. Put there. A into small b, area of this loop. So capital A. So torque is equal to IAB sin theta. Okay. Or AB sin theta. If there are n turns in this, so torque will be that into n. So Abin sin theta. Marakarada Abiname ABM Marakarada or എന്തിനാണ് പോയത്? കറങ്ങാൻ പോയി torque. Okay, then എന്നിട്ട് എന്ത് കഴിച്ചിട്ട് വന്നു? ഫുഡ് കഴിച്ചു, തീറ്റ കഴിച്ചിട്ട് വന്നു. Okay, so what is the torque responsible for turning the loop? So it is tau equal to ABI sin theta. If there are n turns, torque is equal to ABIN sin theta. Am I right? Is it clear to you? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നല്ലൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഈ സെക്ഷനെല്ലാം പഠിച്ചിട്ട് വേണം അടുത്ത ദിവസം വരാൻ. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് അടുത്ത ദിവസവും. അപ്പോൾ ഡയറക്ഷനൊക്കെ നല്ല ബോധത്തോടെ വരണം, നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.